വെൽക്കം ടു ജെറാനാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കുക്കിംഗ് വീഡിയോ അല്ല, നമുക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. കുറച്ച് കമൻസൊക്കെ എനിക്ക് വന്നിരുന്നു, ബേക്കിംഗ് പൗഡറിന് പകരം ബേക്കിംഗ് സോഡ ഇട്ടാൽ പോരെ എന്നൊക്കെ. അപ്പോൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും രണ്ട് തരത്തിലുള്ള ആക്ഷനാണ് ഉണ്ടാക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് നമ്മളെ അപ്പക്കാരം എന്ന് പറയുന്ന അത് തന്നെയാണ് ബേക്കിംഗ് സോഡ. പക്ഷെ ബേക്കിംഗ് പൗഡർ വേറെ ഒന്നാണ്. കാരണം ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് വ്യത്യാസമുണ്ട്. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ രണ്ടിലും രണ്ട് ടൈപ്പാണ് ഇൻഗ്രീഡിയൻസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം എന്താണെന്നൊക്കെ നോക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ ടെക്സ്ചർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നമ്മൾ കയ്യിൽ ഒന്ന് തൊട്ട് നോക്കിക്കഴിയുമ്പം അറിയാൻ പറ്റും അതിൻ്റെ ടെക്സ്ചറിലുള്ള ആ വ്യത്യാസം. അതായത് ബേക്കിംഗ് പൗഡർ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ വളരെ ഫൈനായിട്ടുള്ള ഒരു പൗഡറാണ് ഈ ബേക്കിംഗ് പൗഡർ. അതായത് നമ്മൾ മുഖത്തൊക്കെ ഇടുന്ന പൗഡർ പോലെ തന്നെ അത്രയും തന്നെ ഫൈനാണ് ആ ബേക്കിംഗ് പൗഡർ. ഇനി ബേക്കിംഗ് സോഡ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ചെറുതായിട്ടൊരു തരിതരിയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഒരു ഉപ്പിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറിൽ വരും. ഉപ്പിൻ്റെ അത്ര ഇല്ല, എന്നാലും ഉപ്പിനേക്കാളുമൊക്കെ കുറച്ചുകൂടെ സോഫ്റ്റാണ്. എങ്കിലും ശരി, ഒരല്പം തരി നമുക്കതിൽ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിനകത്തുള്ള ആദ്യത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്തുള്ള കണ്ടൻസ് എന്താണെന്ന് നോക്കാം. ബേക്കിംഗ് പൗഡറിനകത്ത് ബേക്കിംഗ് സോഡയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ അതിനകത്തൊരു ആസിഡ് ബേസ് കാണും. പിന്നെ മോയ്സ്ചർ കണ്ടൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺ ഫ്ലോറോ അല്ലെങ്കിൽ കോൺ സ്റ്റാർച്ച് എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആസിഡും കൂടി ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഡബിൾ ആക്ഷനാണ് ഇത് നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ ബേക്കിംഗ് സോഡയ്ക്കകത്ത് ഒറ്റ ഒരു കണ്ടൻറ്റേ ഉള്ളൂ. അതായത് സോഡിയം ബൈകാർബണേറ്റ് മാത്രമേ ഇതിനകത്ത് കണ്ടൻറ്റായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇത്രയാണ് ഇതിനകത്തുള്ള ഈ ഒരു കണ്ടൻറ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡർ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാനും കുക്കീസ് ഉണ്ടാക്കാനും അതുപോലെ ബിസ്ക്കറ്റ് ഉണ്ടാക്കാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അതായത് ബേക്ക് ചെയ്യാനും കൂടെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട്. നമ്മൾ മാവ് തയ്യാറാക്കി വെക്കുമ്പോൾ അത് സോഫ്റ്റ് ആക്കാനായിട്ട് ഒരു ഫസ്റ്റ് ആക്ഷൻ അവിടെ നടക്കും. അത് കഴിഞ്ഞിട്ട് ബേക്ക് ചെയ്യുന്ന സമയത്ത് ആ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അടുത്ത ആക്ഷനും നടക്കുക. അതായത് അത് ഫ്ലഫി ആക്കി കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഡബിൾ ആക്ഷനാണ് ഈ ബേക്കിംഗ് പൗഡർ ചെയ്യുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ബിസ്ക്കറ്റൊന്നും ഈ രൂപത്തിലായിരിക്കില്ല ഇരിക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡറിൻ്റെ ഉപയോഗം ഇല്ലാതെ ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആസിഡ് ബേസൊക്കെ ഉള്ളതാണ് ഈ ബേക്കിംഗ് പൗഡർ. അതുകൂടാതെ മോയ്സ്ചർ കണ്ടൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കോൺ സ്റ്റാർച്ചും ഒക്കെ ഉണ്ട്. ചിലതിനകത്ത് 2 ആസിഡൊക്കെ കൊടുത്തിട്ടുണ്ട് ചില കമ്പനീസ്. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ എന്താണെന്ന് നോക്കാം. ബേക്കിംഗ് സോഡ നമ്മൾ കൂടുതലും നമ്മുടെ ഡെയിലി യൂസിന് ഉപയോഗിക്കാറുണ്ട്. ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മാവ് റെഡിയാക്കുമ്പോൾ എടുത്ത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഇഡ്ഡലിയുടെ മാവ് പെട്ടെന്നൊന്ന് പുളിച്ച് കിട്ടാനും, അതുപോലെ അപ്പത്തിൻ്റെ മാവിലും വട തയ്യാറാക്കുമ്പോൾ അതിൻ്റെ മാവിലും, അത് കൂടുതലും മാവിലൊക്കെ നമ്മൾ ചേർക്കാറുണ്ട്. അതുകൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ചേർത്ത് വെച്ചാൽ അപ്പം തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ചേർത്ത് വെച്ച് കുറേ നേരം കഴിഞ്ഞിട്ടല്ല ഉണ്ടാക്കുന്നത്. കാരണം ഇതൊരു ക്വിക്ക് ആക്ഷനാണ് ഇതിലൂടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ചില റെസിപ്പിയിലൊക്കെ കാണാറുണ്ട് നാരങ്ങ നീരിൻ്റെ കൂടെ ഇത് ചേർക്കുക, തൈരിൻ്റെ കൂടെ ചേർക്കുക, അല്ലെങ്കിൽ വിനാഗിറിൻ്റെ കൂടെ ചേർക്കുക ഒക്കെ. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു പുളിയുള്ള ഒരു സാധനത്തിൻ്റെ കൂടെ ഈ ബേക്കിംഗ് സോഡ ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്നത് റിയാക്ഷൻ സംഭവിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ ചേർക്കാൻ പറയുന്നത്. ഒരല്പം ഈ പുളിയും കൂടെ ചേർത്തിട്ട് ചെയ്യാൻ പറയുന്നത്. പിന്നെ അത് കൂടാതെ നമ്മുടെ ഈ ബ്യൂട്ടി ടിപ്സിലൊക്കെ കാണാം, സ്കിന്നിൻ്റെ ക്ലീനിങ് പർപ്പസിനൊക്കെ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ സ്കിന്നൊക്കെ നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാനും ഒക്കെ ഈ ബേക്കിംഗ് സോഡ നല്ലതാണ്. അതുകൂടാതെ നമ്മുടെ തുണിയിലുള്ള സ്ട്രെയിൻസൊക്കെ റിമൂവ് ചെയ്യാനും, അടുക്കളയിലെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ക്ലീൻ കറയൊക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ബേക്കിംഗ് സോഡയ്ക്ക് ഉപയോഗങ്ങളുണ്ട്. അത് നമ്മൾ കൂടുതൽ വീഡിയോ ലെങ്തി ആയിപ്പോവും. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ട് തരിക. അപ്പോൾ നമുക്കിനി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.